സർ, അൽ ഫലാഹ് യൂണിവേഴ്സിറ്റി കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തന്നെ വല്ലാത്തൊരു പേടിയാണ്. 2014 ഹൂഡ സർക്കാരിന്റെ കാലത്ത് കോൺഗ്രസ് അനുവദിച്ചു കൊടുത്ത 70 ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന ഭീകര താവളമാണ് ഈ അൽ ഫലാഹ് എന്ന് പറയുന്നത്. അതായത് 70 ഏക്കർ സൗജന്യമായാണ് കോൺഗ്രസ് സർക്കാർ അന്ന് ഈ യൂണിവേഴ്സിറ്റിക്കായി അനുവദിച്ചു കൊടുത്തത്. പാകിസ്ഥാന് വേണ്ടി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഒരു ഭീകര താവളം എന്ന് വേണമെങ്കിൽ നമുക്ക് അൽ ഫലാഹിനെ പറയാം. 50% മുസ്ലിം സംവരണം, മറ്റൊരു ജാതിക്കാർക്ക് സംവരണമില്ല. മുസ്ലിങ്ങൾക്ക് മാത്രം 50% സംവരണം. അതാണ് ആ കോളേജിന്റെ പ്രത്യേകത. കോൺഗ്രസ് ഭയങ്കരമായി അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയി. അതിനുശേഷം 2014 മോദി സർക്കാർ വരുന്നു. അതിനുശേഷം ഇവരുടെ കാര്യങ്ങൾ നടന്നില്ല വലിയ രീതിയിൽ. ഈ ഹമാസ് തുരങ്കങ്ങൾ ഉണ്ടാക്കിയതുപോലെ ഇവർ തുരങ്കങ്ങൾ അതിൻ്റെ അകത്ത് ഉണ്ടാക്കിയെന്ന് വരെ പറയുന്നുണ്ട്. പല കാര്യങ്ങൾ അതിൻ്റെ അകത്തുനിന്ന് കേൾക്കുമ്പോൾ രക്ഷിതാക്കൾ കുട്ടികളെ ഭയപ്പാടോട് വിളിച്ചുകൊണ്ട് പോകുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പോ അൽ ഫലാഹിനെ തൊട്ടാൽ നിന്റെയൊക്കെ തീർത്തു കളയും എന്നാണ് കോൺഗ്രസ് പറയുന്നത്. ഈ കോൺഗ്രസിന്റെ ഭീകരവാദ സ്നേഹം ഇങ്ങനെ കൂടുകയാണെങ്കിൽ ഇവരെയൊക്കെ അങ്ങ് പാകിസ്ഥാനിലേക്ക് അയക്കണ്ടേ? നിന്നെയൊക്കെ തീർത്തു കളയും എന്നല്ല പറഞ്ഞത്, ഇന്ത്യയെ തീർത്തു കളയും. അതിനുള്ള മുദ്രാവാക്യങ്ങളാണ് അവർ സൃഷ്ടിച്ചു വച്ചിരിക്കുന്നത്. നോക്കൂ, ഏതൊരു രാജ്യത്തും തീവ്രവാദം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ തീവ്രവാദികളെയാണ് അപലപിക്കുന്നത്. പക്ഷേ ഇന്ത്യയിൽ കോൺഗ്രസ്, ഞാൻ ഉത്തരവാദിത്വത്തോടു കൂടി പറയുന്നു, അപലപിച്ചത് മോദിയെയും BJPയെയും RSSനെയും സംഘപരിവാറിനെയാണ്. അവരാണ് ആക്രമണം നടത്തിയത് ചാന്ദിനി ചൗക്കിന് സമീപം റെഡ് ഫോർട്ടിൻ്റെ സ്ഥലത്ത്, ലാൽ കിലയുടെ സ്ഥലത്ത്. അവർക്കിതിൽ റോൾ ഉണ്ടായിരുന്നു. എന്തെങ്കിലും റോൾ ഉണ്ടെന്ന് തെളിഞ്ഞിട്ടുണ്ടോ? പിന്നെ നിങ്ങൾ എന്തിനാണ് അപലപിക്കുന്നത്? അവർ പറയുന്നത് ഇൻ്റലിജൻസ് എവിടെ പോയി? നമ്മുടെ ഇൻ്റലിജൻസ് ഏതൊരു കാര്യത്തിനും ഇപ്പോൾ ചോദിക്കുന്നതാണ്. ഇൻ്റലിജൻസ് എവിടെ പോയി? ഇന്ദിരാഗാന്ധിയെ കൊന്നപ്പോൾ എവിടെ പോയി ഇൻ്റലിജൻസ്? 2000-ലധികം സിഖുകാരെ കൊന്നപ്പോൾ എവിടെ പോയി ഡൽഹിയിലെ ഇൻ്റലിജൻസ്? രാജീവ് ഗാന്ധിയെ കൊന്നപ്പോൾ എവിടെ പോയി നിങ്ങളുടെ ഇൻ്റലിജൻസ്? BJP അല്ലല്ലോ അന്നൊന്നും ഭരണത്തിൽ. മുംബൈ ഭീകരാക്രമണം നടന്നപ്പോൾ 200-ലധികം പേരെ വഴിയിലിട്ടിങ്ങനെ ചിരിച്ചുകൊണ്ട് കസാബിനെ പോലുള്ള കശ്മലന്മാർ വെട്ടിവെച്ച് ഡിഷും 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 എന്ന് പറഞ്ഞ് വെടിവെച്ചപ്പോൾ എവിടെയായിരുന്നോടോ നിങ്ങളുടെ ഇൻ്റലിജൻസ്? നാണമല്ലേ ഇതൊക്കെ പറയാൻ? കാശ്മീരിലെ താഴ്വരകളിൽ അവിടുത്തെ പണ്ഡിറ്റുമാരെ കൊന്ന് കിണറുകളിൽ കുളങ്ങളിൽ ഒക്കെ നശിപ്പിച്ച് കളഞ്ഞപ്പോൾ നിങ്ങളുടെ ഇൻ്റലിജൻസിന് എന്തു പറ്റി? പറയൂ. നിങ്ങളുടെ കോൺഗ്രസിൻ്റെ ഭരണകാലത്തല്ലേ അത് നടത്തിയത്? മഹാത്മാഗാന്ധിയെ കൊന്നപ്പോൾ നിങ്ങളുടെ ഇൻ്റലിജൻസ് എന്തിയെ? നെഹ്റു അല്ലേ എന്ന് ഭരണാധികാരി? മറുപടി പറയണം നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് അന്നേരം ഒന്നും ഇൻ്റലിജൻസിനെ പറ്റി അറിയില്ലായിരുന്നോ? വിവരമില്ലായിരുന്നോ? പിന്നെ പഠിച്ചുകൊണ്ട് വന്നതാണോ? ശരിയല്ല ഇത് കേട്ടോ. ഇത് നിങ്ങൾ ബീഹാറിലെ പാഠം നിങ്ങൾ ഉൾക്കൊള്ളുന്നില്ല. തകർത്ത് തരിപ്പണമാക്കിയില്ലേ ജനങ്ങൾ നിങ്ങളുടെ വോട്ട് ചോരിയെ, നിങ്ങളുടെ രാജകുമാരനെ? ചെപ്പക്കുറ്റിക്ക് 2-നുമേറ്റ അടിയല്ലേ അത്? അതിന്ന് പാഠം പഠിക്കുന്നില്ലേ? നിങ്ങൾ എന്തോന്നായി കാണിച്ചു കൊണ്ടിരിക്കുന്നത്? അവിടെ ബാബറി മസ്ജിദ് ബംഗാളി സ്ഥാപിക്കുമെന്ന് പറഞ്ഞപ്പോൾ അതിന് കൈയടിച്ച് വരട്ടെ എന്നും പറഞ്ഞ് നിങ്ങൾ ഇന്ത്യ നശിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവരാണോ? അതോ അത് ബാബറി മസ്ജിദ് എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കൾക്കൊരു കുന്തവുമില്ല. ഇന്ത്യ എന്ന് പറയുന്ന സങ്കല്പം ഉണ്ടല്ലോ, രാഷ്ട്രമെന്നുള്ള സങ്കല്പത്തെയാണ് നശിപ്പിക്കുന്നത്. കാരണം ഇങ്ങോട്ട് ആക്രമണം നടത്തിയ വിദേശികളെ ആരാധിക്കുന്നതാണത്. ബാബറി എന്ന് പറഞ്ഞാൽ ബാബറാണ്, ആക്രമണകാരിയാണ്. ഇന്ത്യയെ നശിപ്പിക്കാൻ ശ്രമിച്ച ആക്രമണകാരിയാണ്. ഇന്ത്യ പിടിച്ചടക്കിയ അധിനിവേശക്കാരനാണ്. എന്തേ അത് ബുദ്ധിയിലില്ലേ? നിങ്ങൾ ജവഹർലാൽ നെഹ്റു എഴുതിയ ഡിസ്കവറി ഓഫ് ദ വേൾഡ് എടുത്ത് വായിച്ചു നോക്കൂ. ഗ്ലിംസസ് ഓഫ് ദ വേൾഡ് ഹിസ്റ്ററി എടുത്ത് വായിച്ചു നോക്കൂ. നമ്മൾ ഇത്രയൊക്കെ അനുഭവിക്കാൻ കാരണം സിന്ധ് എന്ന് പറയുന്ന ഇപ്പോൾ അവിഭക്ത ഇന്ത്യയുടെ ഭാഗം ഒരു മുസ്ലിം പടയാളി വന്നിട്ട് കൈയടക്കിയതോടുകൂടിയാണ് നമ്മുടെ ദുരന്തം, ഇന്ത്യയുടെ ദുരന്തം ആരംഭിക്കുന്നത്. സൈന്ധവ സംസ്കാരം ഇന്ത്യയുടെ സുവർണകാലമായിരുന്നെങ്കിൽ അതിനുശേഷം കുതിരപ്പുറത്ത് ആയുധങ്ങളുമായിട്ട് വന്ന് കയ്യേറി 17 വയസ്സുള്ള ഒരു മുസ്ലിം പടയാളി, അവിടെ തുടങ്ങി നമ്മുടെ ദുരന്തം. അതുകൊണ്ട് ഇപ്പോൾ രാജ്നാഥ് സിംഗ് പറഞ്ഞിട്ടുണ്ട്, ഈ സിന്ധു പ്രവിശ്യ ഉണ്ടല്ലോ പാകിസ്ഥാനിലെ, അതായത് എന്നും അങ്ങനെ ആയിരിക്കുന്നില്ല. ആ പ്രവിശ്യയിൽ നിന്നാണ് സിന്ധു നദി ഉത്ഭവിക്കുന്നത്. അതെന്നും അങ്ങനെ ആയിരിക്കുകയില്ല. അത് ചിലപ്പോൾ അതിൻ്റെ ഉടമസ്ഥാവകാശം പാകിസ്ഥാനിൽ നിന്ന് വിട്ടുപോയി ഇന്ത്യ പിടിച്ചടക്കും. കാരണം അവിടെ ഭൂരിപക്ഷം ഹിന്ദുക്കളാണ്. LK അദ്വാനി വന്നത് അവിടെ നിന്നാണ്. LK അദ്വാനി ഇന്ത്യയിലേക്ക് പലായനം ചെയ്യുകയായിരുന്നു അവരുടെ ആക്രമണം സഹിക്കുന്നത്. ഇപ്പോഴും അവിടെയുള്ള ഹിന്ദുക്കൾക്ക് ഒരു സിന്ദൂര പൊട്ടണിയാനുള്ള അവകാശമില്ല. BBC ആണ് റിപ്പോർട്ട് ചെയ്തത്, വിശ്വസിക്കാവുന്ന മാധ്യമം. ഇതുപോലെ ഇപ്പോൾ പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടാണ്, അല്ല ഒരു പൈങ്കിളി മാധ്യമം അല്ല, സെൻസേഷൻ നടത്തുന്ന മാധ്യമമല്ല, ഏറ്റവും വിശ്വസിക്കാവുന്ന മാധ്യമമാണ് പറഞ്ഞിരിക്കുന്നത്.
ഉലമ ഇൽ ഹിന്ദ്. ഇതിൻ്റെയൊക്കെ പേര് ഇത്തിരി പാടാണ്. ഇത് മലയാളത്തിലോ ഹിന്ദിയിലോ നമ്മുടെ ഭാഷയിലൊന്നും അല്ലല്ലോ ഇത് പറയുന്നത്. വാങ്കുവിളി പോലെ വാങ്കുവിളി പോലെ മറ്റു ഭാഷയിലാണല്ലോ ഇത് പറയുന്നത്. നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിലൊന്നുമല്ല. ജമിയാത്ത്. എൻ്റെ ദൈവമേ, എൻ്റെ ഭാഷയല്ലത്. എൻ്റെ ടങ്ക് അങ്ങനെ വളയും. അല്ലെങ്കിൽ ഞാൻ പറയാം ജമിയാത്ത്. ജമായത്തല്ല, ജമിയാത്ത് ഉലമ ഇൽ ഹിന്ദ്. ഹിന്ദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അവരുടെ ഭാഷയിൽ അത് ഹിന്ദ് എന്നാണ് പറയുന്നത്. ആയിക്കോട്ടെ, അതൊന്നും കുഴപ്പമില്ല. അതിൻ്റെ തലവനായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിക്കാരൻ തന്നെ ആളാണ്, മൗദൂദിയുടെ ആളാണ്. ഇന്ത്യ മുഴുവൻ ലോകം മുഴുവൻ ഇസ്ലാമവൽക്കരിക്കണം എന്ന് പറയുന്നത്. അതെ, എന്ത് ആപ്പിയെങ്കിലുമാണ്. മൗലാന അർഷദ് മദനി എന്നാണ് പേര്. മദനി, മദനി, മറ്റൊരു മദനിയാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മംദാനിക്ക് ന്യൂയോർക്കിൽ മേയറാവാൻ കഴിയുന്നുണ്ട്, ലണ്ടനിൽ ഒരു ഖാൻ മേയറാവുന്നുണ്ട്, പക്ഷെ ഇന്ത്യയിൽ ഒരു മുസ്ലിമിന് വൈസ് ചാൻസലറായിട്ടിരിക്കാൻ കഴിയില്ല. കേട്ടോ വിശേഷം പോലെ. അതെ, കോൺഗ്രസിന്റെ ഉദിത് രാജ്യം, കോൺഗ്രസ് പാർട്ടിയുടെ പല വക്താക്കളും പറഞ്ഞത് ശരിയാണ്. മുസ്ലിങ്ങൾ വൈസ് ചാൻസലറെ കുറിച്ചാണോ ഇത്? അതെ, അദ്ദേഹത്തിനെ ചോദ്യം ചെയ്തതാ. ഒന്നും ചെയ്തിട്ടില്ല. അദ്ദേഹത്തിനെ ചോദ്യം ചെയ്തതിനെ കുറിച്ചാ. അവന്റെ യൂണിവേഴ്സിറ്റിക്കകത്തെ ലബോറട്ടറിയിലാണ് ഈ പരീക്ഷണം. ഇത്രയും പേരെ കൊന്ന, ഇന്ത്യയിലുള്ള മുഴുവൻ പേരെയും ഇന്ത്യയെ നശിപ്പിക്കാനുള്ള പരീക്ഷണം ചെയ്യുന്നത്. അവനോടൊന്നും ചോദിക്കാൻ പാടില്ല. കാരണം പണ്ട് ബ്രഹ്മഹത്യ പാപം എന്ന് പറഞ്ഞ പോലെ ബ്രാഹ്മണന്മാരെ ഒന്നും ചെയ്യാൻ പാടില്ല. അവൻ മുസ്ലിമായി, അവന്റെ അതുകൊണ്ട് അവനെ ഒന്നും ചെയ്യാൻ പാടില്ല. അപ്പൊ ഇങ്ങനെ കൊന്നു കൂട്ടിക്കൊണ്ടിരിക്കട്ടെ, ഒന്നും ചോദിക്കരുത്. കേൾക്കണോ? ആ ലാബറട്ടറിയിലാണ് വളത്തിൽ നിന്ന്, നമ്മുടെ സസ്യങ്ങൾക്ക് ആഹാരമായി തീരുന്ന വളത്തിൽ നിന്ന് വിഷം നിർമ്മിച്ചത്. നമ്മുടെ ആഹാരമായി തീരുന്ന വസ്തുക്കൾ ഉണ്ടാക്കുന്ന വളത്തിൽ നിന്ന് വിഷമുണ്ടാക്കിക്കൊണ്ട് ഇവരെ കൊന്നത്. മനസ്സിലായോ? അതിൻ്റെ പരീക്ഷണങ്ങൾ നടന്ന അവിടെയാണ്. ഈ ഡോക്ടർമാര് മനുഷ്യരാശിയെ രക്ഷിക്കാൻ വേണ്ടിയുള്ള അവരുടെ ജീവൻ തിരിച്ചെടുക്കാൻ വേണ്ടി അവതരിക്കേണ്ട ദൈവങ്ങളായ ഡോക്ടർമാർ ചെയ്തത് മനുഷ്യരാശിയെ കൊന്നുകൂട്ടാൻ വേണ്ടിയിട്ട്, മതത്തിൻ്റെ പേരിൽ കൊന്നുകൂട്ടാൻ വേണ്ടിയിട്ട് നടത്തിയ പരീക്ഷണങ്ങൾ. അവരുടെ പരീക്ഷണങ്ങൾ നടന്ന സ്ഥലത്ത് അന്വേഷണം നടത്താൻ പാടില്ല. കാരണം മുസ്ലിം അല്ലേ, പേര് മുസ്ലിം അല്ലേ, അപ്പോൾ അവർ പുണ്യാളന്മാരാണ്. അതുകൊണ്ട് നമ്മളൊന്നും ചെയ്യാൻ പാടില്ല. അങ്ങനെ മിണ്ടരുത്, അനങ്ങരുത്. അങ്ങനെ അവരുടെ നയം അങ്ങനെ ആയിരുന്നു. അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട്, ഇതെന്തിനാണെന്നറിയോ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങളുടെ വികാരങ്ങൾ ആളിക്കത്തിച്ചുകൊണ്ടൊരു കലാപം ഉണ്ടാക്കുക. തെരഞ്ഞെടുപ്പിലൂടെ മോദിയെ തോൽപ്പിക്കാൻ കഴിയുന്നില്ലെന്നറിഞ്ഞുകൊണ്ട് വർഗീയ കലാപം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ആഹ്വാനമാണ് ഈ ഉദിത് രാജ്യം ഒക്കെ നടത്തുന്നത്. ഉത്തരവാദിത്തമുള്ള പാർട്ടിയായിരുന്നെങ്കിൽ അതിൻ്റെ നേതാക്കൾ പറഞ്ഞു ഇത് ഞങ്ങളുടെ നയമല്ല, പോളിസിയല്ല എന്ന്. കലാപത്തിന് തിരിയിടുകയാണ്. എന്താ, ഈ ഭീകരതയുമായിട്ട് ബന്ധമുള്ള ആൾക്കാരെ ഒന്നും ചോദ്യം ചെയ്യാൻ പാടില്ലത്രയും. ഇനി ഞാനൊന്ന് പറയട്ടെ, മംദാനിയുടെ കാര്യം പറയുന്നു. ന്യൂയോർക്കിൽ മേയറായത് എങ്ങനെയാ? മുസ്ലിങ്ങൾക്ക് അവിടെ ഭൂരിപക്ഷം ഉണ്ടോടോ? ഞാൻ അതിനോട് ചോദിക്കുക, ഈ മൗലാന, വിവരം കെട്ട മൗലാനെ, എന്തരാനയായാലും വേണ്ടില്ല, അവിടെ ഭൂരിപക്ഷം ഉണ്ടോ ന്യൂയോർക്കിൽ? പിന്നെ എങ്ങനെ ജയിച്ചു? ആരുടെ വോട്ട് കൊണ്ട് ജയിച്ചു? അവിടെ ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും വോട്ട് കൊണ്ടാണ് അവിടെ ജയിച്ചിരിക്കുന്നത് മംദാനിയെ. അതിനുള്ള വിശാല മനസ്കതയുള്ള ഒരു മതമാണ് ഹിന്ദു മതവും. മനസ്സിലാക്കിക്കോ താൻ, അത് നല്ലപോലെ മനസ്സിലാക്കിക്കോ. ഒരു മാത്രം പഠിച്ചാൽ പോരാ, എല്ലാ മതങ്ങളും പഠിക്കണം. അങ്ങനെയാണ് വേണ്ടത്. ഇനിയും ഞാൻ പറഞ്ഞുതരാം. ലണ്ടനിൽ നിങ്ങൾക്ക് ഭൂരിപക്ഷം ഉണ്ടോ? ഇസ്ലാം മതത്തിന് ഭൂരിപക്ഷം ഉണ്ടോ? പിന്നെ എങ്ങനെ ജയിച്ചു? ഞങ്ങൾ മതം നോക്കിയല്ല, മനുഷ്യനെ നോക്കിയാണ് വോട്ട് ചെയ്യുന്നത്. നിങ്ങൾ മതം മാത്രം നോക്കിയാണ് കൊല ചെയ്യുന്നത്. അവരുടെ മതത്തിന്റെ അടയാളങ്ങളാണല്ലോ തുണി മാറ്റി നിങ്ങൾ പരിശോധിച്ചത്. ഞങ്ങൾ അങ്ങനെയല്ല. ഒരു മനുഷ്യൻ കൊള്ളാം മേയറായിട്ട്, അതാണ് ഞങ്ങളുടെ പരിഗണന. മനസ്സിലായോ? ഇന്ത്യയിലെ ഹിന്ദുക്കളും അതാണ് പിന്തുടരുന്നത്. അതുകൊണ്ടാണ് നിങ്ങളുടെ നേതാവായിട്ടുള്ള അബ്ദുള്ള പറഞ്ഞത് ഇന്ത്യയാണ് മുസ്ലിങ്ങൾക്ക് ഏറ്റവും സുരക്ഷിതമായ സ്ഥലം. ആ സുരക്ഷിതത്വം നിങ്ങൾ ഇല്ലാതാക്കരുത്. നിങ്ങളെ ചോദ്യം ചെയ്യേണ്ടി വരുന്നത് ഇതുപോലുള്ളവർ നാശം ചെയ്തുകൊണ്ടാണ്. ഭീകരന്മാരെയാണ് നിങ്ങൾ അപലപിക്കേണ്ടത്, ഇന്ത്യ ഗവൺമെന്റിനെ അല്ല. ഭീകരന്മാരെ കൊന്നുകഴിഞ്ഞാൽ ഇന്ത്യയിലെ ഒരു പൗരനെങ്കിൽ, അത് നിങ്ങളായാലും ശരി, കൊന്നുകഴിഞ്ഞാൽ അത് ചോദിച്ചിരിക്കും ഇന്ത്യ ഗവൺമെന്റ്. മുഖം നോക്കി മതം നോക്കിയല്ല, അതിനെയും ചെയ്തിരിക്കും. ഒരു കോൺഗ്രസ് വിചാരിച്ച് കലാപത്തിന് വേണ്ടിയുള്ള അന്തരീക്ഷം സൃഷ്ടിച്ചാൽ ഇന്ത്യയിലെ വിവേകമുള്ള ആൾക്കാർ ബീഹാറിൽ നടത്തിയതുപോലെ കോൺഗ്രസിനെ പിന്തുള്ളി ഈ രാജ്യം മുന്നോട്ട് പോകും. സംശയമൊന്നുമില്ല. കലാപം സൃഷ്ടിക്കാമെന്ന് നിങ്ങൾ വ്യാമോഹിക്കേണ്ട, ആരും വ്യാമോഹിക്കേണ്ട. അസ്ഹറുദ്ദീൻ പണ്ട് പറഞ്ഞല്ലോ, തന്നെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് മാറ്റിയപ്പോൾ അതെൻ്റെ പേര് അസ്ഹറുദ്ദീൻ നായുണ്ട്, അതല്ല ഞങ്ങൾ നോക്കുന്നതോ. വിവരമുള്ളവർക്കതറിയാം.
അത് നോക്കുന്നത് മമതാ ബാനർജിയും രാഹുൽ ഗാന്ധിയും അങ്ങനെയുള്ള ആൾക്കാരാണ് നോക്കുന്നത്. അത് ഞങ്ങളത് നോക്കിയല്ല. വികസനത്തിൻ്റെ ഫലങ്ങൾ നിങ്ങളെത്തുന്ന എന്തെങ്കിലും തടസ്സമുണ്ടോ? അതെ. മുസ്ലിങ്ങൾക്ക് ഇത് കൊടുക്കരുതെന്ന് ഞങ്ങൾ പറയുന്നുണ്ടോ? BJP പറയുന്നുണ്ടോ? ഹിന്ദുക്കൾ പറയുന്നുണ്ടോ? നിങ്ങൾ അമ്മാതിരിയുള്ള ചാപ്പകളൊന്നും ഹിന്ദുക്കളുടെ മേൽ കുത്തണ്ട. അമ്മാതിരി ഉമ്മാക്കിയെന്ന് കേട്ട് ഇങ്ങോട്ട് ഉമ്മാക്കിയൊന്നും മേടിക്കണം. കാണിച്ച് ഭരിക്കണ്ട. ഭീകരർക്ക് ഇവിടെ താവളം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവന്മാരെ തീർത്ത് നിങ്ങൾ കെട്ടി. സുരക്ഷിതമായിട്ട് ഇന്ത്യയിൽ ഇരിക്കുന്നത്, അതെ. ജനാധിപത്യം പുലരുന്നതും മതേതരത്വം പുലരുന്നു ഹിന്ദുക്കൾ ഇന്ത്യയിലുള്ളത്. ഇത് ഞാനല്ല പറഞ്ഞത്, CPM-ന്റെ പ്രമുഖനായിട്ടുള്ള നേതാക്കളാണ് പറഞ്ഞത്. പുനല്ലൂർ നിന്നുള്ള ഒരു നേതാവ്, പുനല്ലൂർന്ന് പൂർവ്വ ഭാഗത്തുള്ള ഒരാൾ തന്നെയാണ് പറഞ്ഞത്. അതാണ് അതിൻ്റെ ശരി. അതെ. അത് നല്ല പോലെ മനസ്സിലാക്കണം. വാസ്തവത്തിൽ ഈ ഭീകരതയൊക്കെ നടക്കുന്ന നിങ്ങളുടെ ലാബറട്ടറിയിൽ നിന്ന് കൈയോടെ അവരെ പണ്ടേ പിടിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം അൽഫല യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾക്കുണ്ടായിരുന്നു, അധ്യാപകർക്കുണ്ടായിരുന്നു, വൈസ് ചാൻസലർക്കും ഉണ്ട്. അതെ. നിങ്ങളത് ചെയ്യാതിരുന്നതിൻ്റെ ഫലമാണിപ്പോൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ്. അതുകൊണ്ട് ഈ ഉമ്മാക്കിയൊന്നും കാണിച്ചാൽ വിരളുന്ന ഒരു രാജ്യമല്ല ഇന്ത്യ എന്നുള്ളത് നല്ല പോലെ മനസ്സിലാക്കുക. ഒരു വൈസ് ചാൻസലർക്ക് അത്രയെങ്കിലും വിവരം വേണം. അതെ.